അസ്റാറുൽ ആരിഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഏരിയയിലെ തസവുഫിന്റെ ഒക്കെ വലിയ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായി പരിഗണിക്കപ്പെടുന്ന ഈ പുസ്തകങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു തസവുഫ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പുസ്തകങ്ങളാണ്. ഇതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രത്യേകിച്ച് ഒരു സീറ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമൊക്കെ പരാമർശിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് വരുന്നത് 15ാം നൂറ്റാണ്ടിലുള്ള ഹിക്കായത്ത് മിഅ്റാജുൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അത് 15ാം നൂറ്റാണ്ടിലാണ് അങ്ങനെ എന്ന് ആർക്കിപ്ലാഗിലുള്ള ഒരു മുസ്ലിം ഭരണകൂടങ്ങളുടെയും ഒരു ഇസ്ലാമിക് ചരിത്രം, പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിന്റെ ക്രിയേഷൻ മുതൽ ശേഷം അംബിയ മുർസലീങ്ങളുടെ ചരിത്രം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും ശേഷമുള്ള ഇസ്ലാമിക ഖിലാഫത്തിന്റെ ചരിത്രം, അങ്ങനെ തുടങ്ങി ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലം വരെയുള്ള ഒരു ചരിത്ര കാലഘട്ടത്തെ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ആ ഒരു ഗ്രന്ഥത്തിന്റെ ഒരു രചനാ പശ്ചാത്തലം എന്ന് പറയുന്നത് അത് അവിടെയുള്ള ഈ മലയ ആർക്കിപ്ലാഗയിലുള്ള രാജാക്കന്മാർക്ക് അവരെ ഗുണദോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അവർക്കൊരു മാനദണ്ഡം തയ്യാറാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് അദ്ദേഹത്തെ രചിക്കുന്നത്. എന്നാൽ പിന്നീട് 17ാം നൂറ്റാണ്ടിലാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സീറകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ എടുത്തുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ രചനകൾ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ആദ്യം വന്ന 2 രചനകളും മിഅ്റാജിനെ കുറിച്ചുള്ള രചനകളാണ്. ഒന്ന് അബ്ദുസ്സമദ് അൽ ഫാത്തിമാനി എന്ന് പറയുന്ന 1832 ജീവിക്കുന്ന ഒരു പണ്ഡിതൻ റിസാല മിഅ്റാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ദാവൂദ് അൽ ഫത്താനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കിഫായത്തുൽ മുഹ്താജ് ഫി ബയാനിൽ ഇസ്രാഇ വൽ മിഅ്റാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം, ഒരു കിതാബ് അദ്ദേഹത്തിനുണ്ട്. ഇതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവ വികാസങ്ങളെ പ്രത്യേകമായി ഒരു സീറ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. പിന്നീട് പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്ത് നിന്നുള്ള മൊത്തം ഒരു സീറയുടെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സീറ ട്രഡീഷൻ ഈ ഒരു മേഖലയിൽ എൻ്റെ ഒരു പരിമിതമായ അന്വേഷണങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ 19ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള വലിയൊരു ദൗത്യ സംഘങ്ങൾ അവര് ഉപരിപഠനാർത്ഥം അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടങ്ങളിൽ പ്രശസ്തമായ ഈ മൗലിദുകൾക്ക് വലിയ രീതിയിൽ ഷറഹ് എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് നബവി അൽ ബൻതാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം ഈ മലയ ആർക്കിപ്ലാഗ്, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിലെ സയ്യിദുൽ ഉലമ അൽ ഹിജാസ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ അറിയപ്പെട്ട ഒരാളാണ്. ഇപ്പൊ ഇവര് ഷറഫുൽ അന മൗലിദിന്, അതേപോലെ ബർസഞ്ചി മൗലിദിന്, അതേപോലെ തന്നെ സയ്യിദുൽ അന മൗലിദ്, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത മൗലിദുകൾക്ക് 6ഓളം ഷറഹുകൾ എഴുതുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് പിന്നെ ഇവിടെ ഈ ഒരു സീറയെ കുറിച്ച് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വന്നിട്ടുള്ള ലിറ്ററേച്ചറുകൾ കൂടുതലായി ലിറ്ററേച്ചറുകളെ കുറിച്ചുള്ള ഒരു ചരിത്രം ട്രേസ് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു ഇങ്ങനെയാണ് അതിന്റെ ഒരു ഹിസ്റ്ററി കിടക്കുന്നത്. പിന്നീട് മറ്റൊന്നുള്ളത് ഏകദേശം ഒരു 17-18 നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഇസ്ലാമിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുമല്ല. പ്രത്യേകിച്ച് ഇസ്ലാം വരുന്നത് കൂടി ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ പ്രാദേശികമായ ഒരു സംസ്കാരത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മറ്റു കൾച്ചറുകളായിട്ട്, പ്രത്യേകിച്ച് ഹിന്ദു ബുദ്ധിസ്റ്റ് കൾച്ചറുകളായിട്ട് ഇസ്ലാം പല സമയത്തും യോജിച്ചു പോവുകയും എന്നാൽ അതിൽ ചില സമയങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ
തഹ്മീൽ അല്ലെങ്കിൽ തഹരീം എന്ന് പറയുന്ന രണ്ട് രീതിയാണ് ഇവിടെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ചില രീതികളോട് യോജിച്ചു പോകാൻ പറ്റുന്നതിനോടൊക്കെ യോജിച്ചു പോവുക. മറ്റൊന്നുള്ളത് ഇസ്ലാമിക തത്വങ്ങളോട് ചേരാത്തതിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ പ്രത്യേകിച്ച് ഹിന്ദു ബുദ്ധിസ്റ്റ് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇവിടെ മുഴുവൻ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള ഈ പ്രകീർത്തന രീതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ ഒരു സാംസ്കാരികപരമായ ഒരു രീതി ഇസ്ലാം ഇവിടെ സ്വീകരിക്കുമ്പോൾ ഇത് മൗലിദുകളുടെ പാരായണത്തിലേക്ക് അല്ലെങ്കിൽ ഈ പപ്പുഞ്ഞാൻ എന്ന് പറയുന്ന രീതിയിൽ, പപ്പുഞ്ഞാൻ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ ഭാഷയിൽ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രകീർത്തന കാവ്യങ്ങളും ഈ അറബി ഖസീദകളും ഒക്കെ കൂട്ടിച്ചേർത്ത് ചെല്ലുന്ന ഒരു വളരെ അത്ര നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ഇവർ ഇത്തരത്തിലുള്ള മൗലിദുകൾ ഓതുകയും മൗലിദുകളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. അപ്പോൾ ഇതാണ് വളരെ ബ്രീഫായിട്ട് ഈ ഒരു പ്രദേശത്തുള്ള മൗലിദിനെ കുറിച്ചും അല്ലെങ്കിൽ മൗലിദിന്റെ ഒരു ഹിസ്റ്ററി പറയാണ്. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ഇപ്പോ നമ്മുടെ നാട്ടിലത്തെ മാതിരി അവിടെ റബീഉൽ അവ്വൽ 12 എന്തെങ്കിലും പ്രത്യേക പരിപാടികളുണ്ടോ? ഞാൻ അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടൊരു സാധനമാണ്. പ്രത്യേകിച്ച് ഇതൊരു 63% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 63% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് അതിലധികം ആളുകളും, പ്രത്യേകിച്ച് ഒരു 90% ആളുകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഷാഫികളായ സുന്നികളായ ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ സുന്നി എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ കൂടുതൽ. പ്രത്യേകിച്ച് ഇവിടെ ഭരണകൂടം ഷിയ പ്രാക്ടീസുകൾ, അതേപോലെ ഷിയാക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഷിയ പ്രാക്ടീസിനെയും ഒക്കെ നിരോധിച്ചൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ 63% മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് 22.5 മില്യണോളം ആളുകൾ അധിവസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇസ്ലാമാണ് മതം, റിലീജിയൻ എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഒഫീഷ്യലി ഗവൺമെന്റ് ഹോളിഡേ ആണ് ദിവസം. പ്രത്യേകിച്ച് ഇവിടെ ഭരണ സ്ഥിരാകേന്ദ്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പുത്രാജയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിമാരും ഹയർ ഒഫീഷ്യൽസും അടങ്ങുന്നവർ പങ്കെടുക്കുന്ന വലിയ ഘോഷയാത്രകൾ ഉണ്ടാവും. ആ ഘോഷയാത്രയുടെ ലീഡിങ്ങിൽ ഉണ്ടാവുക പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ ഈ വർഷം 14,000-ഓളം ആളുകൾ പങ്കെടുത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇപ്പൊ രാജ്ഘട്ടിലൂടെ നടക്കുന്ന ഇപ്പോൾ ഓഗസ്റ്റ് 15-നും നമ്മുടെ റിപ്പബ്ലിക് ഡേ ഒക്കെ നടക്കുന്ന പരേഡുകൾ പോലെ അവർ വലിയ രീതിയിലുള്ള ഘോഷയാത്രകൾ ഉണ്ടാവും. അത് പ്രാദേശികമായി എല്ലാ പള്ളികളും, പ്രത്യേകിച്ച് വലിയ പള്ളികൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആളുകൾ എല്ലാവരും കൂടി ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ഒരു പള്ളി കീഴിൽ ഒരുമിച്ച് കൂടി അവിടുന്ന് വലിയ റാലികളായി ആളുകൾ നടന്നു നീങ്ങുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ഇവരെല്ലാവരും
ബാജുമലായി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രാദേശികമായ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ആണുങ്ങളൊക്കെ ഈ ബാജുമലായും, അതായത് ഒരു വലിയൊരു ജുബ്ബയും ഒരു പാന്റും അതിന് മുകളിൽ ഇവരുടെ ഒരു നമ്മളെ നാട്ടിലൊക്കെ ഈ ഒരു മലേഷ്യൻ കള്ളിത്തുണിയൊക്കെ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അത് ഒരു ബാറ്റിക് ഡിസൈനുള്ള ഒരു മുട്ട് വരെ എത്തുന്ന ഒരു മേൽ തുണിയും ഉടുത്തിട്ട്, അതേപോലെ സ്ത്രീകളാണെങ്കിൽ ബാത്തിക് ഡ്രസ്സുകൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഘോഷയാത്രയിൽ ചെറിയ പെൺകുട്ടികളും വലിയ പെണ്ണുങ്ങളും ഉണ്ടാവും, വലിയ സ്ത്രീകളും ഉണ്ടാവും. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു രീതിയാണുള്ളത്. പിന്നെ ഇവര് മൗലൂദ് ദിവസം പല പള്ളികളും രാവിലെ മൗലൂദ് ഓതുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. രാവിലെ മൗലൂദ് ഓതി ഒരു വലിയൊരു കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ പോലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കി അവരവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവർ പല സ്ഥലങ്ങളിലേക്കും ഇതിന്റെ പ്രോഗ്രാമുകൾക്കും മറ്റൊക്കെ പോകുന്ന ഒരു രീതിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പരിപാടികൾ ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് പോലത്തെ പരിപാടികൾ ഞാൻ ഇവിടെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഈ മദ്രസകള്, ഇവിടുത്തെ സ്കൂളുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റബീഉൽ അവ്വലിലെ പല ദിവസങ്ങളിലും, പ്രത്യേകിച്ച് 12 തന്നെ ആയിരിക്കണമെന്നില്ല, പല ദിവസങ്ങളിലായിട്ട് ഈ വലിയ ഫെസ്റ്റിവലുകൾ ഉണ്ടാകും. അതിൽ ഈ കുട്ടികളുടെ ഈ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൺസേർട്ടുകൾ, ബുർദയുടെ കൺസേർട്ടുകൾ, അല്ലെങ്കിൽ ഇവരുടെ പ്രാദേശിക ഭാഷയിലുള്ള ഈ ഖസീദകൾ, ഇതൊക്കെ പാടുന്ന ഒരു രീതിയുണ്ട്. അല്ലാതെ കുട്ടികളുടെ ഒരു പരിപാടി, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പരിപാടികൾ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഞാനൊരു ഹയർ എഡ്യൂക്കേഷനിൽ സാധ്യതകൾക്ക് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളാർക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെറുതായി ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, പ്രത്യേകിച്ച് മലേഷ്യ എന്ന് പറയുന്നത് ഹലോ ഓക്കെ, ഈ കുറെ പേരുകൾ വായിക്കണ്ടായി. എന്ത് ഇവിടെ കുറെ പേരുകൾ വായിക്കണ്ടായി. പുത്രജയ, കോലാലംപൂര്, അങ്ങനെ കുറെ പേരുകൾ. ഈ ഭരണകൂടങ്ങള് കാലത്ത് ഇട്ട പേരായിരിക്കും അത്. പക്ഷെ ഇവിടെ ഇന്ത്യയിലൊക്കെ ഇങ്ങനെ കുറെ റീനെയിമിങ് നടക്കണ്ടല്ലോ ഇപ്പോഴും. അഹമ്മദാബാദ്, അങ്ങനെ കുറെ സ്ഥലങ്ങള്. അപ്പൊ അവിടെ ഇതൊന്നും നടന്നിട്ടില്ലേന്ന്. ഇത് പേരുകൾ എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയ്ക്കില്ല. അത് ഹിന്ദു ഭരണകൂടങ്ങളുടെ കാലത്തുള്ളതാണോ എന്നുള്ളത്. പക്ഷെ ഇവിടെയുള്ള എല്ലാ പേരുകൾക്കും പിന്നില് ഇത്തരത്തിലുള്ള ഒരു ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, അല്ല ഇവരുടെ ഒരു സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ഇസ്ലാം വന്നപ്പോൾ കൂടി ഇവരുടെ പഴയ ഹിന്ദു കൾച്ചറുകളിലുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിലൊക്കെ ഈ രാമൻ അല്ലെങ്കിൽ റാം എന്നുള്ള പേര് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് രാമൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾ ഇന്തോനേഷ്യയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച്
ഇപ്പൊ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു മലയാളി വിദ്യാർത്ഥിയുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ മല്ലുനേഷ്യ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോയിൽ ഇങ്ങനെ അവരുടെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ പറയുന്നതിൽ ഇത്തരം ഹിന്ദു പേരുകളുള്ള മുസ്ലിം ആളുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരവരുടെ ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ഹിന്ദു സംസ്കാരത്തിന്റെ സ്വാധീനം ഇവരുടെ പേരുകളിൽ നെയ്മിങ്ങിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പുത്ര എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലും സംസ്കൃതത്തിലൊക്കെ ഉള്ളത് പോലുള്ള പുത്ര എന്ന് പറയുന്നത് സൺ അല്ലെങ്കിൽ ഡോട്ടർ എന്നുള്ളതാണ്. അപ്പോ ഇവരുടെ ഒരു പ്രാദേശികമായിട്ട് ഇപ്പോൾ ഭൂമിപുത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള മലയാളികളെ ഇവര് ഭൂമിപുത്ര എന്നാണ് പറയുക. അപ്പോൾ ഭൂമിപുത്ര എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സൺ ഓഫ് സോയിൽ എന്നുള്ള അർത്ഥം തന്നെയാണ്. അത് ഈ ഹിന്ദു കാലഘട്ടങ്ങളിലുള്ള പ്രത്യേകിച്ച് സംസ്കൃത ഭാഷയുടെ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാധീനത്തിന്റെ ഫലമായിട്ട് തന്നെ ഉണ്ടായതാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഇസ്ലാമിന് നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പൊ ഇന്ത്യയിൽ റീനെയിമിങ് നടക്കുന്നത് പോലെ ആ രീതിയിലുള്ള ഒരു ഇസ്ലാമൈസേഷൻ, എല്ലാത്തിനെയും ഇസ്ലാമികവൽക്കരിക്കുന്ന, സോറി അങ്ങനെ പറയും, രൂപപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഇവരുടെ പേരുകളോട് ഇതിനൊന്നും ഇസ്ലാമിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത കാലത്തോളം അങ്ങനെ റീനെയിം ചെയ്യേണ്ട ഒരു രീതി ഇവിടുത്തെ ജനങ്ങൾക്കോ അവിടുത്തെ ഭരണാധികാരികൾക്കോ വന്നിട്ടില്ല. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ ഇതിൽ ഒരുപാട് മൗലൂദുകളെ പറഞ്ഞല്ലോ, ബർസഞ്ചി മൗലൂദ്, ദിബ്ബഹി മൗലൂദ്. പക്ഷെ കേരളത്തിൽ ഇവിടെ ഒരുപാട് മാലകൾ കൂടി ഉണ്ട്. ഇപ്പം മൊഹിയുദ്ദീൻ മാല അല്ലെങ്കിൽ മഹമ്മൂദ് മാല. അപ്പോൾ അങ്ങനത്തെ ഒരു മാല ട്രഡീഷൻ അവിടെ ഉണ്ടോ? അതായത് മലയ് ഭാഷയിലെ മറ്റു ഭാഷകളിലുള്ള മാല ട്രഡീഷൻ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് മാലകൾ ഉണ്ടായി വരുന്നൊരു സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലൊരു സാഹചര്യങ്ങള് ഇവിടെ ഉണ്ടായിട്ടില്ല. ചരിത്രപരമായ ഒരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പ്രകീർത്തിക്കുന്ന ഈ മനാക്കിബുകൾ അല്ലെങ്കിൽ ഈ ഖസീദകൾ, പ്രത്യേകിച്ച് ഇവരുടെ ഭാഷകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പാപ്പുഞ്ഞ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ ഇവരുടെ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലെങ്കിൽ മഹാന്മാരെയൊക്കെ പ്രകീർത്തിക്കുന്ന ഖസീദകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ഇവരുടെ ഈ എല്ലാ പരിപാടികളോടും ചേർന്ന്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ദൈനംദിനമായ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ ഇവർ ചെല്ലുന്ന അല്ലെങ്കിൽ അത് ആലപിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഉണ്ട്. അല്ലാതെ ഇങ്ങനെ നമ്മൾക്കുള്ളത് പോലെ ഒരു വലിയ രീതിയിലുള്ള ഒരു മാല ട്രഡീഷൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഇസ്ലാമിന് ഒരു 15ാം നൂറ്റാണ്ടിലും ഒക്കെയുള്ള ഒരു വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു ഹദ്റമി ഡയസ്പോറയും ഒരു ഹദ്റമി സൂഫി കോസ്മോപോളിസിന്റെ ഭാഗമായിട്ടുള്ള വലിയ സ്വാധീനം ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ഉള്ള ഒരുവിധ എല്ലാ പണ്ഡിതന്മാരും, അതേപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഇപ്പോ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളൊക്കെ ഒന്നെങ്കിൽ കൂടുതലും യമനിലെ ഹദർമൗത്ത് അല്ലെങ്കിൽ തരീം ഈ പ്രദേശങ്ങളോടൊക്കെ ബന്ധമുള്ള, പ്രത്യേകിച്ച് ഇന്ന് ഗ്ലോബലി തന്നെ ഒരു സൂഫി ഇസ്ലാമിന്റെ ഒക്കെ ഭാഗമായി ഒരു ഫേസ് ആയി നിലനിൽക്കുന്ന ഷിഹാബി ഹഫീദിന്റെ ഒക്കെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ദാറുൽ മുസ്തഫയിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരാളുകളാണ്. അപ്പൊ അവരുടെ ഒരു യമനി കൾച്ചർ ഭയങ്കരമായി ഇവിടെയുള്ള പ്രത്യേകിച്ച് റബി ലെവലിന്റെ സമയത്ത് നടക്കുന്ന എല്ലാ മൗലിദ് സദസ്സുകളിലൊക്കെ നിരന്തരമായി കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു ഹബീബ് സൈനുൽ ആബിദീൻ ഉണ്ട്. അവരൊക്കെ
ഇപ്പൊ ഇവിടെ മലേഷ്യയിൽ അറിയപ്പെടുന്ന ഒരു യമനി പണ്ഡിതന്മാരാണ്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ മലേഷ്യയിലുടനീളം റബിയുൽ അവ്വലും റബിയുൽ ആഖിറിലും ജമാഅത്തുൽ ഊലയിലൊക്കെ മൗലിദ് സദസ്സുകൾ നടക്കും. അത് വലിയ അവർക്ക് വലിയ ഫാൻ ഫോളോയിങ് ഉള്ള, ആ രീതിയിൽ വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളുകൾ കൂടിയാണ്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ബുർദ ചെല്ലുന്ന ആദ്യ അവസാനം വരെ ബുർദ ചൊല്ലി തീർക്കും. ശേഷം ബർസഞ്ചി മൗലൂദോ അല്ലെങ്കിൽ ദിബായി മൗലൂദോ ചൊല്ലിയ ശേഷം അവരുടെ ഒരു വലിയ ദുആയോട് കൂടി പിരിയുന്ന, അല്ലെങ്കിൽ ചെറിയൊരു നസീഹത്ത് കൊടുക്കുന്ന വലിയ ദുആ സദസ്സുകൾ, മൗലിദ് സദസ്സുകൾ ഇവരുടെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അത് ഇവരുടെ ഒരു ഇന്നത്തെ കാലത്ത് ഇവരുടെ ഒരു ഇസ്ലാമിലെ ഏറ്റവും വലിയ സ്വാധീനം ഈ യമനി സൂഫി, പ്രത്യേകിച്ച് അവരുടെ അവിടെ നിന്നുള്ളൊരു ഡയസ്പോറക്കും അവരുടെ ഒരു സൂഫി സ്വാധീനങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. മലേഷ്യയിലുള്ള ഹയർ സ്റ്റഡീസിനുള്ള സ്കോപ്പുകളെ പറ്റിയിട്ടൊന്ന് പറയാം. ഓക്കെ, നേരത്തെ പറഞ്ഞു തുടങ്ങിയത് മലേഷ്യ ഒരു ഇസ്ലാമിക് കൺട്രിയാണ്. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ദഅവ കോളേജുകളിൽ നിന്ന് പഠിച്ചു വരുന്ന ആളുകൾക്കൊക്കെ ഒരു അക്കാഡമി അന്തരീക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു കൺട്രിയാണ് മലേഷ്യ. ആ രീതിയിൽ വളരെ മോഡേൺ ആയിട്ടുള്ള, വളരെ ഇൻഫ്രാസ്ട്രക്ചറിലും ജീവിത നിലവാരങ്ങളിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ഡെയിലി ലൈഫിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നഗര ജീവിതത്തിലും ഗ്രാമീണ ജീവിതത്തിലും ഒക്കെ ഒരു ഇസ്ലാമിക അന്തരീക്ഷങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് എല്ലാ സ്ഥലങ്ങളിലും നിസ്കാര സൊറാവ് എന്ന് പറയും, നിസ്കാര പള്ളികളുള്ള എല്ലായിടത്തും. ഇപ്പോൾ ഇവിടുത്തെ FM-കളിൽ പോലും നിസ്കാര സമയമായാലും ബാങ്ക് കൊടുത്ത കേൾക്കുന്ന ആ രീതിയിലുള്ള ഒരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ